ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. 24 കൊണ്ടുവന്ന വാർത്തയാണ്. വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ലാതെ ആദിവാസി മേഖലയിൽ അനധികൃത മനുഷ്യ പരീക്ഷണ നീക്കം. മാനന്തവാടി മേഖലയിലെ ആദിവാസി ഊരുകളിലാണ് ആർത്തവ ആരോഗ്യ കിറ്റുകൾ പരീക്ഷിക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടെ പരീക്ഷണത്തിന് നീക്കം നടത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടു. 24 ബിഗ് ബ്രേക്കിംഗ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എങ്ങനെയാണ് യാതൊരു അനുമതിയും കൂടാതെ ഇത്തരത്തിൽ മനുഷ്യരിൽ പരീക്ഷണം നടത്താനാവുക? പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? പ്രവിത, ഈ തലപ്പുഴയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സെമിനാറാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് ആധാരമായിട്ടുള്ളത്. ആ സെമിനാർ കഴിഞ്ഞ 20 മുതൽ 20, 21, 22 തീയതികളിലാണ് നടന്നത്. അതിൽ ഈ ട്രൈബൽ എംപവർമെൻറ്റ് എന്നുള്ള രീതിയിലാണ് അത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടത്. കോളേജിലെ തന്നെ ഒരു അധ്യാപകൻ മുഖേനയാണ് ഇങ്ങനെ USA-യിലെ ഒരു പ്രൊഫസർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിനകത്ത് പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ധ്രുവ് ശേഷാദ്രി എന്നുള്ള പേരുള്ള ആളാണ്. അദ്ദേഹം ആ പ്രദേശത്തെ മേഖലയിലെ, അതായത് അമേരിക്കയിലെ ഈ മെഡിക്കൽ മേഖലയിൽ ഡിവൈസുകൾ ഉണ്ടാക്കുന്ന ഒരാളാണെന്നുള്ളതാണ് ഗൂഗിളിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. അദ്ദേഹം ഒരു ബയോമെഡിക്കൽ ഡിവൈസുകൾ ഉണ്ടാക്കുന്ന അത്തരത്തിലൊരു സ്ഥാപനം, ശേഷാദ്രി ലാബ് എന്ന് പറയുന്ന ഒരു ലാബ് തന്നെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കിറ്റിൻ്റെ പരീക്ഷണമാണ് നടന്നത്. അതൊരു റിംഗ് ഡിവൈസാണ്. ആ റിംഗ് ഡിവൈസ് കോളേജിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ അത് അണിഞ്ഞിട്ടുമുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ അത് ഡാറ്റ ശേഖരണം എന്ന കൃത്യമായി സംശയിക്കേണ്ട വിധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും അത് ഈ ഉന്നതിയിലും നൽകാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മാനന്തവാടി മേഖലയിലെ ഒരു ഉന്നതിയിലേക്ക് ഈ സംഘം പോയിട്ടുണ്ട്. അതായത് കുട്ടികളെ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടേക്ക് പോയിട്ടുള്ളത്. ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മൈസൂർ പാക്കിനൊപ്പം ഈ സാനിറ്ററി പാഡുകളും വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് ഈ റിംഗ് അടങ്ങിയ കവറിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അത് മെൻസ്ട്രൽ പർപ്പസിന്, ആർത്തവ ചക്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ കൊടുക്കുന്നത്, ഈ ഉന്നതിയിൽ കൊടുക്കുന്നത് മെൻസ്ട്രൽ സാനിറ്ററി നാപ്കിനാണ്. ഇതെല്ലാം ബന്ധിപ്പിക്കുന്നത് ഒരു കോമൺ കാര്യത്തെ ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഇതൊരു പരീക്ഷണമാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെ എത്തേണ്ടി വരും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നതിയിൽ കയറാൻ സ്വാഭാവികമായും വിദേശ സർവകലാശാലയിലെ പ്രൊഫസറാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ കൃത്യമായൊരു അനുമതി വേണം. ട്രൈബൽ വകുപ്പിന് അനുമതി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ആരോഗ്യ വകുപ്പിൻ്റെ അനുമതി കൂടി ഇതിനകത്ത് കൃത്യമായി തന്നെ വേണം. ആരോഗ്യ വകുപ്പും ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ രണ്ട് പ്രധാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആളുകളുടെ ഒപ്പം തന്നെ ഈ സംഘം പോകുന്നത്. ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഒരുപക്ഷെ കുട്ടികൾക്ക് ഈ ചിപ്പിനെ കുറിച്ചെല്ലാം തന്നെ പുതിയ ധാരണകൾ ഉണ്ടാകട്ടെ എന്ന് കരുതിയാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇത് ആരോഗ്യ വിഷയമാണ്, ആർത്തവ ചക്രം സംബന്ധിച്ചുള്ള കാര്യമാണ് പഠന വിധേയമാക്കുന്നത്. അതിനൊരു കൃത്യമായ ഉത്തരം വേണം. ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇവിടേക്ക് എത്തിയത്, എങ്ങനെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്, അത് മാത്രമല്ല ഉന്നതിയിലേക്ക് പോകാനുള്ള കാരണം തന്നെ അതീവ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അത് സർക്കാരിന്റെ അനുമതി വേണം എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊന്നും അറിയാത്തവരല്ല ഇത് നടത്തുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. 24 ബിഗ് ബ്രേക്കിംഗ് ആണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.